അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം. ആ വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. എല്ലാ വിഭാഗങ്ങളോടും സഹകരിച്ച് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെ വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി, യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ AM ഷാജർ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും. കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത്, നല്ല മാതൃകയാണ്. ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങളൊരു പോൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ 4ാം തൂണാണ്, അല്ലെങ്കിൽ 4th പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങൾ. നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളിൽ നിങ്ങളൊരു പോൾ നടത്തണം. പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ? എനിക്ക് ഉറപ്പുണ്ട് 80 മുതൽ 90% ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ജനാധിപത്യ ഡിമാൻഡാണ്, കാലത്തിന്റെ ചുവരെഴുത്താണ്. ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നു. ഈ വിഷയം കൂടെ പറഞ്ഞു. ഇന്നലെയും കൂടെ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ 7 മാസമായിട്ടൊരു വ്യാജ പോക്സോ കേസിൽ പെട്ടുകിടക്കുക. ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുട്ടിക്കൽ ജയചന്ദ്രനെയും ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ വൈഫ് സെറീനയാണ്. അവരോട് പല ദിവസങ്ങളായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയും തളർന്നു പോവുകയും ചെയ്യുകയാണ്. എനിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്തത്. അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ പ്രിയങ്ക മാഡത്തെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്ത്രീകളെക്കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വരണം, ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ത്രീകൾ മാത്രം ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും ആർക്കും അതൊന്ന് അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ ഒരു ചെറിയൊരു കാര്യം, ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്തോ അതുവരെ 6 മാസത്തോളം നിങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു വേദന അതെന്താന്നുള്ളത് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ ആ പുരുഷന്മാരുടെ ഭാര്യ, അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ. ഇത് അനുഭവിക്കുന്നതോ 6 മാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിലോ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം, ആ സ്ത്രീ ഏറ്റെടുക്കണം. അല്ലാതെ പുരുഷന്മാരെ എല്ലാ കുറ്റം പറയേണ്ടത്. അവരിതെങ്ങനെ അപ്പൊ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക, ആ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക. രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ? ഇപ്പൊ 1 കൊല്ലത്തോളം കൂടെ പോയി ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല? ഇപ്പൊ തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ് ഒരു ലേഡി പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവര് ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നു. ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്ത ഈ കുറ്റം ചെയ്യുമോ? അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അവർ അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കൊലക്കേസിലും ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും? മാനസാന്തരം വരുമോ? ഇല്ല. സ്ത്രീകളാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് ആ സ്പോട്ടിൽ കൊടുക്കണം. ഞാൻ 20 വർഷം ഒരു കേസ് നടത്തി ജയിച്ച ആളാണ് ഞാൻ. 20 വർഷം. ഈ 20 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ 20 വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എത്ര സഹിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 20 വർഷത്തോളം കൊണ്ടുപോകാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. ഞാൻ എന്നും പറയും, എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിൽ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ. ജീവിതാവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ. ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ റീച്ച് എത്തിക്കുന്ന മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്.
കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് എത്തിക്കുന്നത്. അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം എന്ന് പറയുന്ന നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മുന്നോട്ട് വരുന്നത്. അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് വേറെ പണിയില്ലേ, മാധ്യമങ്ങൾക്ക് ഇതാണ്. മാധ്യമങ്ങളുടെ പണി ചെയ്യുക വേണം, ജനങ്ങൾ അറിയണതെല്ലാം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല, തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ്, പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തുല്യമായിട്ട് തന്നെ അവരെ പുറത്ത് കാണിക്കണം. ഒരിക്കലും മറച്ചു വെക്കരുത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളായാലും ഒരുപോലത്തെ ശിക്ഷ കൊടുക്കണം. പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റി വെക്കുക, സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക, അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തു, ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസം ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞ് വലിയ വൈറലായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും, പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച്, നമ്മുടെ ഭർത്താവാനെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, എന്താ മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. പുറത്ത് പോയി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വസ്ത്രധാരത്തെക്കുറിച്ച് കുറേ പേരെന്നോട് ചോദിച്ചു. സ്ത്രീകൾ, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ, ഇഷ്ടമല്ലാത്തവർ പലതും പറയും. നമ്മൾ എല്ലാത്തിനും പുറകെ നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? 100% രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത്. മഹാത്മാഗാന്ധി അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത്, പോസിറ്റീവ് അല്ലേ? അപ്പൊ പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല. കാര്യം പുരുഷ വീടിന് ആ കാലത്ത് ഇല്ലായിരുന്നു. ആ കാലത്ത് പുരുഷ വീട് ഇല്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകൾ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു. പക്ഷെ ഈ കാലത്തില്ലേ? ഈ കാലത്തുണ്ടതിന്റെ തെളിവല്ലേ നിവിൻ പോളി? ഇത് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ വേറെ എവിടെയും പോകണ്ടല്ലോ. നേരത്തെ പ്രിയങ്ക മാഡം വളരെ മനോഹരമായി പറഞ്ഞ, ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും, വേറൊരു പ്രമുഖ അഭിനേത്രി. ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു. പീരീഡിന്റെ ദിവസം എന്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യപാത, അതാണ് ഒരു മോഡറേറ്റ് പാതയിൽ ഉയർത്തിപ്പിടിച്ച് നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോടും വളരെ ബഹുമാനത്തോടും അതിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അഥവാ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേരും വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കും. തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ തത്വങ്ങൾ പറഞ്ഞു. അതായത് സിറ്റിംഗ് ജഡ്ജിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും മഹാത്മാഗാന്ധി സിറ്റിംഗ് ജഡ്ജി അല്ലല്ലോ. മഹാത്മാഗാന്ധി നമ്മുടെ പൊതുസ്വത്തല്ലേ. അങ്ങനെ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ ഇനി ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ വരിക, ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ. അതുകൊണ്ട് 100% നാളെ പാലഭിഷേകവും അതോടൊപ്പം ഈ നിയമവായനയും. ഇത് നിയമസഭയിൽ എത്തിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ വിദ്വേഷ പ്രസംഗം ഞങ്ങൾ പറയണല്ലോ കേട്ടോ. ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, അവര് പോലീസിന് കൊടുത്ത ഒഫീഷ്യൽ പരാതിയിലെ വാക്കാണ് പറയുന്നത്. ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുമെന്ന്. പാലഭിഷേകം അതെങ്ങനെ പറയും? അപ്പം വിജയുടെ കട്ടൌട്ടിൽ ആൾക്കാർ പാലഭിഷേകം നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുമോ? ചുമ്മാ ഗുമ്മിന് ഡയലോഗ് അടിക്കുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടല്ല കേട്ടോ. കുറച്ചു കാലം മുമ്പ് നമ്മുടെ പ്രമുഖമായ കേരള പോലീസിലെ സിംഗമായിരുന്ന ഒരു IG പറഞ്ഞു, 14 സെക്കൻഡ് പെൺകുട്ടിയെ നോക്കിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഒരു വകുപ്പുണ്ടോ? അതായത് ഞാൻ ആരെയും മോശമാക്കാനല്ല, ആലങ്കാരികമായി പറയട്ടെ. അതായത് ഈ യൂട്യൂബ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഹുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുമ്മും പഞ്ച് ഡയലോഗും വേണമെന്ന് സാധാരണക്കാർ പറയും. സാധാരണക്കാരെങ്ങനെ ഗുമ്മും ഹുക്കും ഒന്നും ഇട്ടാൽ കുഴപ്പമില്ല. IG-യും ജഡ്ജിയും ഒക്കെ ഇട്ടു തുടങ്ങിയ ഈ നാടിന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബഹുമാനത്തോടെ ഒരു വിമർശനമായി ചോദിച്ചോട്ടെ. ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു, അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളിയെ വിമർശിച്ചുണ്ടോ? ഞങ്ങൾ വിമർശിച്ചു വേറെ. അതായത് ഒരാൾ മരിക്കുകയാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ ഷാരൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതി പേര് പറയാം, എന്തിനാ പേര് പറഞ്ഞു നോക്കുന്നത്? കമാൽ പാഷ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി ഈ 11 ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോർണറിലെത്തിയപ്പം ചെയ്തു പോയതാണ്. അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ രാഹുൽ ഈശ്വറോ ആരെങ്കിലും ഇവിടെ വന്നിരുന്ന് അന്തസ്സോടെ അവസാനം ഷാരൺ ഗ്രീഷ്മയ്ക്ക് കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലേ? തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. തെറ്റാണെന്ന് പറഞ്ഞൂടെ? തെറ്റാണെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ?
നമ്മുടെ എന്താ വനിതാ കമ്മീഷന് തെറ്റാന്ന് പറയാത്തെ? എന്താ നമ്മുടെ യുവജന കമ്മീഷൻ? ഷാരോണും യുവജനമാണല്ലോ, 21 വയസ്സല്ലേ ഉള്ളൂ, യുവജനത്തിന്റെ പരിധി വരുന്ന ആളല്ലേ. കമാൽ പാഷ സാറ് ജഡ്ജിയാണ്. അദ്ദേഹം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തത്, അല്ലെങ്കിൽ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ്, വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടോ. ഒരാൾ, രണ്ടുപേര് വേണ്ട, ഒരാൾ പറയുന്നത് കേട്ടോ. അതെന്താ? അപ്പൊ അവിടെയാണ് ഈ ഇരട്ടത്താപ്പുണ്ട്, അത് ലോപ്പ് സൈഡഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിങ് ഗ്രൗണ്ട്, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഈ ബാലൻസിങ് ഗ്രൗണ്ട് ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. നേരത്തെ ശ്രീ അജിത് കുമാർജി പറഞ്ഞ എന്നെ ഒരു വിമർശനവും കൂടി ഞാൻ സ്വീകരിക്കുന്നു. കാര്യം പലപ്പോഴും ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ പറയും പോകും, ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാറില്ല. പക്ഷേ ജനുവരി 11-നാണ് എനിക്ക് ശരിക്കും അതിന്റെ ആവശ്യം ബോധ്യമായത്. മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. മകന്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിൽ ഹണി റോസിന്റെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി. വനിതാ കമ്മീഷൻ പറയുന്നു, യുവജന കമ്മീഷൻ പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം, കേസ് എടുക്കണം, DGPക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. വനിതാ കമ്മീഷൻ പറയുന്നു എനിക്കെതിരെ കേസ് ഉണ്ടാണ്, അറസ്റ്റ് ചെയ്യണം. ഞാൻ ശരിക്കും അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത്, ഞാൻ എവിടെ പോവും? മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നുകൊണ്ട് ഞാൻ ഉടനെ പെട്ടെന്ന് ഹൈക്കോടതി വിളിച്ചു. ദൈവം സഹായിച്ച് ഹൈക്കോടതി വൈകിട്ട് 5 മണിക്കോ അവസാനം ആണ് നമ്മൾ ഫയൽ ചെയ്തത്. കാര്യം എന്റെ മകന്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തത്. കാര്യം എങ്ങനെ വാർത്ത വരുമെന്ന് അറിയാവോ? ലൈംഗികാധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. എന്റെ തന്നെ പരിചയക്കാരായ സുഹൃത്തുക്കളായ മാധ്യമങ്ങൾ വൈകിട്ട് ചർച്ച ചെയ്യും, രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് നടത്തിയെന്ന്. ഒരു മടിയില്ലാതെ ചർച്ച ചെയ്യും. അപ്പോൾ അവസാനം വെർബൽ റേപ്പിസ്റ്റ് ആക്കും. നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തന്നു. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളാണ്. യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് ചാമ്പ്യൻ അതേഴ്സ് കോസ് ടു. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്ത കൃത്യം വാർത്തയാണ്.